തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. LDFന്റെ അടിവേര് തകർക്കുന്ന ഫലം തന്നെയായിരുന്നു ഇന്നലത്തേത്. എവിടെയും UDF തരംഗം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ LDFനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചതെന്ന് തന്നെ പറയാം. 6 കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസ് തന്നെ അങ്ങ് കൈയടക്കി. കൊച്ചിയിലും തൃശൂരിലും എന്തിനേറെ പറയുന്നു, LDFന്റെ കോട്ടയായ കൊല്ലത്തും കണ്ണൂരിലും വരെ ഇന്നലെ UDF തരംഗമാണ് കണ്ടത്. ഇനി മുതൽ ഈ കോർപ്പറേഷനുകളെ കോൺഗ്രസ് കൈപിടിച്ചുയർത്തുന്നതായിരിക്കും കേരളക്കര കാണാൻ പോകുന്നത്. ഇതിന്റെ ഒക്കെയാം വർഷം എന്തായാലും LDF കാണിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും ഗുരുതരമായ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുമെന്ന് ഒട്ടും കരുതിയിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ മറുപടിയിൽ അടിപതറിയ LDF തങ്ങളുടെ തനി സ്വഭാവം പുറത്തിറക്കിയെന്ന് തന്നെ പറയാം. അക്രമ രാഷ്ട്രീയവുമായി പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ CPM. പാനൂരിലാണ് സംഭവം. വടിവാളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് 50ഓളം CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു അക്രമം നടത്തിയത്. തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം വടക്കൻ കേരളത്തിലാകെ CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അക്രമത്തിൽ UDF സ്ഥാനാർത്ഥിക്കും പരിക്കേറ്റു. കേരളത്തിൽ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരവും UDF തരംഗവും LDF പ്രവർത്തകരെ എത്രമാത്രം ഉലയ്ക്കുന്നുവെന്നതിന്റെ തെളിവായിരുന്നു വിവിധ ജില്ലകളിൽ ഇന്നലെ രാത്രി CPMന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ. ഫലം വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ പാനൂരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു CPM പ്രവർത്തകരുടെ വടിവാൾ പ്രകടനം. UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെയും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. ലീഗ് പ്രവർത്തകരുടെ വീട്ടിൽ കയറി അക്രമികൾ അഴിഞ്ഞാടി. ചിലർക്ക് നേരെ വാളുവീശി. പാറാട് ടൗണിലുണ്ടായ കല്ലേറിൽ നിരവധി UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. അങ്ങനെ എങ്ങും കേരളം മൊത്തത്തിൽ ഇന്നലെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു CPM. നിങ്ങൾ തോറ്റതിന് ജനങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് എന്താ കാര്യം? സർക്കാർ മര്യാദക്ക് ഭരിച്ചിരുന്നെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലും ജയിക്കാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ അടപടലം തകർത്ത് CPMയെ ജയിപ്പിക്കാൻ കേരളക്കാർ അത്രയ്ക്ക് മണ്ടന്മാരല്ല എന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാം. ഏതായാലും ഈ അക്രമത്തിലൂടെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതേസമയം പാനൂർ മാത്രമല്ല, കണ്ണൂർ, ഉളിക്കൽ, മണിപ്പാറയിലും CPM കോൺഗ്രസ് സംഘർഷമുണ്ടായി. ഏറാമല, തുരുത്തിമുക്കിൽ കോൺഗ്രസ് ഓഫീസിന് നേരെയായിരുന്നു പിന്നീട് ആക്രമണം നടന്നത്. ഇതേ തുടർന്ന് ഏറാമലയിൽ തന്നെ ഇന്ദിരാഭവന് നേരെയും ആക്രമണം നടന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ ബോംബേറിൽ പ്രതിമയുടെ കൈകൾ തകർന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പോലീസിന്റെ സാന്നിധ്യത്തിലാണ് CPM പ്രവർത്തകർ ഈ അക്രമം നടത്തിയതെന്നാണ്. സത്യം പറഞ്ഞാൽ അക്രമം നടത്താൻ പോലീസുകാർ CPM പ്രവർത്തകർക്ക് കാവൽ നിന്നുവെന്ന് വേണം പറയാൻ. പിണറായി സർക്കാരിന്റെ പാർട്ടിയായതുകൊണ്ട് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ അക്രമികളെ ഇനിയും വെച്ചു പുറപ്പിക്കാൻ പാടില്ല എന്ന് ഇതോടെ ജനങ്ങൾക്ക് മനസ്സിലായി കാണും.